ഇടതുപക്ഷക്കാർ പറയും ഞങ്ങൾ വന്നാലേ ഈ മൈനോറിറ്റീസിന് രക്ഷയുള്ളൂ. പലതും അത് തന്നെ പറയും. ഈ ഒരു തന്ത്രം ഇദ്ദേഹം തന്നെ പൊളിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ വാചകം അവരുടെ പൊളിറ്റിക്കൽ തന്ത്രങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു സുരക്ഷിതമാണ്. ഇസ്ലാമിൻ്റെ ഈ റിഫോർമേഷൻ, ഈ പ്രോഗ്രസ്സിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ്. 93 വയസ്സായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ രീതി അനുസരിച്ച് ചില മേഖലയിൽ, റിലീജിയസ് മേഖലയിലൊക്കെ അഭിപ്രായം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു സൊസൈറ്റി ഗംഭീരമാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി പ്രൈം മിനിസ്റ്റർ പോയി കണ്ടിരിക്കുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നു. 1-2 പിക്ചേഴ്സ് എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. പ്രൈം മിനിസ്റ്ററും ഒപ്പം കാന്തപുരവും മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയെന്നാണ് എനിക്ക് തോന്നിയത്. മുസ്ലിങ്ങൾ സേഫാണ് എന്ന് പറയുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കേന്ദ്ര NDAയുമായിട്ട് ചേർന്ന് നിന്ന് ഭരണത്തിൽ പങ്കാളിയായിക്കൂടാ? നമസ്കാരം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഏറെ ചർച്ചയാവുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉയർന്നു വരുന്ന ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ BJPയോടുള്ള ഒരു മനംമാറ്റത്തിന് കാരണമാകുമോ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VCയും അതുകൂടാതെ നിലവിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ അബ്ദുൾ സലാം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിനെ കണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, സുന്നി മുസ്ലിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ റിലീജിയസ് മാറ്റേഴ്സിലെ ഫൈനൽ വേർഡാണ്. അദ്ദേഹമാണ് ടോപ്പ് മോസ്റ്റ് പേഴ്സൺ. ഇസ്ലാമിൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ, ഇസ്ലാമിക് ഒപ്പീനിയൻ, റിലീജിയസ് ഒപ്പീനിയൻ എടുക്കുന്ന ആളാണ്. എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആദരണീയനായ ഒരു വ്യക്തിയാണ്. 93 വയസ്സുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് ഇസ്ലാമിൻ്റെ ഈ റിഫോർമേഷൻ, ഈ പ്രോഗ്രസ്സിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ്. 28 സ്റ്റേറ്റിലും 8 UTയിലുമായിട്ട് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് മദ്രസകളും സ്കൂളുകളും കോളേജസും യൂണിവേഴ്സിറ്റികളും പിന്നെ ഒരുപാട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വർക്ക്, ലൈക്ക് വീട് വെച്ച് കൊടുക്കുക, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, പാവങ്ങളെ പഠിപ്പിക്കുക, അനാഥരെ സംരക്ഷിക്കുക, അതിനപ്പുറം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അത് നോക്കുക. അങ്ങനെ വിവിധ മേഖലയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് ദീർഘകാലം കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ചില കാര്യങ്ങൾ വെച്ച് ആൾക്കാർ പല അഭിപ്രായം പറയും. ഞാനതിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് എന്ന് പറയാൻ 93 വയസ്സായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ രീതി അനുസരിച്ച് ചില മേഖലയിൽ, റിലീജിയസ് മേഖലയിലൊക്കെ അഭിപ്രായം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു സൊസൈറ്റി ഗംഭീരമാണ്, സംശയമൊന്നുമില്ല, ഫോർ സൊസൈറ്റി ഡെവലപ്മെൻറ്റ്. അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി പ്രൈം മിനിസ്റ്റർ പോയി കണ്ടിരിക്കുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നു. 1-2 പിക്ചേഴ്സ് എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. അതായത് പ്രൈം മിനിസ്റ്റർ എത്ര ഭംഗിയായിട്ട് അദ്ദേഹത്തെ റിസീവ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വീൽ ചെയറിലിരിക്കുന്നു, ഇടത് കൈയിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈയും പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഇടത് കൈയും കൂടെ ചേർത്തിങ്ങനെ പിടിച്ച് വളരെ സ്നേഹത്തോട് അദ്ദേഹത്തെ ഇങ്ങനെ യാത്രയാക്കുന്ന രംഗങ്ങളൊക്കെ എന്ത് വളരെ ഊഷ്മളമായിരിക്കുന്നു. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ഞാൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരത്തിനെയും അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, അത്ര ഭംഗിയായിട്ട് നല്ലൊരു റിസപ്ഷൻ നൽകി, നല്ലൊരു 30 മിനിറ്റോളം ഒരു സംസാരം നൽകി സന്തോഷത്തോടുകൂടി യാത്ര അയച്ച അദ്ദേഹം, പ്രൈം മിനിസ്റ്ററും ഒപ്പം കാന്തപുരവും മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഊഷ്മളതയുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദിജി 12 കൊല്ലം ഭരിക്കുന്നു. വന്ന മാറ്റങ്ങളൊക്കെ വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. ഈ ശത്രുക്കൾക്ക് പോലും അറിയാം, ഇടതിനറിയാം, വലതിനറിയാം. പക്ഷേ ഇടതും വലതും പയറ്റിയിരുന്നൊരു തന്ത്രമുണ്ട്. കള്ളം പറയുക. ഈ ഇടതുപക്ഷക്കാർ പറയും ഞങ്ങൾ വന്നാലേ ഈ മൈനോറിറ്റീസിന് രക്ഷയുള്ളൂ. വലതും അത് തന്നെ പറയും. ഈ ഒരു തന്ത്രം, മയക്കുന്ന തന്ത്രം, കള്ളപ്രചരണം നടത്തിയിട്ട് ഈ പാർട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങളെ പാകിസ്ഥാനിൽ വിടും എന്നൊക്കെ പറഞ്ഞ് ആ തന്ത്രം ഇദ്ദേഹം തന്നെ പൊളിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ വാചകം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം, സുരക്ഷിതം, അവർ സുരക്ഷിതരാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല.
അപ്പോൾ ഈ കള്ളങ്ങളെല്ലാം മാഞ്ഞുപോയി, അവരുടെ പൊളിറ്റിക്കൽ തന്ത്രങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു സുരക്ഷിതമാണ്. പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറയാൻ പോയി അദ്ദേഹം. അതെല്ലാം സോഷ്യൽ വെൽഫെയർ, കമ്മ്യൂണിറ്റി വെൽഫെയർ, എഡ്യൂക്കേഷൻ്റെ എംപവർമെൻറ്റ്, ചില ഇൻഫ്രാസ്ട്രക്ചർ എംപവർമെൻറ്റ്, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മോഡിയെപ്പറ്റി ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയണത് അത്രയും വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളല്ലാന്നുണ്ട്. പിന്നെ 12 കൊല്ലം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലായി. ഈ CAA വന്നപ്പോൾ എന്താ പറഞ്ഞത്, എത്ര പേരെ വെളിയിലാക്കുമെന്ന് പറയും, ഒരാളെ പോലും വെളിയിലാക്കിയിട്ടില്ല. കാശ്മീർ ആയാലും കൊള്ളാം, CAA ആയാലും കൊള്ളാം, ഇതിലൊന്നിലും ഈ പറഞ്ഞതെല്ലാം കള്ളപ്രചരണമാണെന്ന് തെളിയിക്കുകയും അതിൻ്റെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അദ്ദേഹം ചെയ്ത വർക്കിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വെളിയിൽ വന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംരക്ഷണ മേഖലയാണ്, മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അതുകൊണ്ടാണല്ലോ ഏതാണ്ട് 7 or 8 മുസ്ലിം രാജ്യങ്ങൾ തന്നെ അവരുടെ ഹയസ്റ്റ് ബഹുമതി കൊടുത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആദരിച്ചത്. അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇടതും വലതും മത്സരിച്ച് നടത്തിയ കാപട്യത്തിന് ഇദ്ദേഹം നല്ല ഒരു ചുട്ട മറുപടി കൊടുത്തു. ഇനി അവരൊക്കെ എന്തൊക്കെ പറയുമെന്നറിയത്തില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമോ, അതേ ഇനി അദ്ദേഹത്തിന് ഇനി വേറെ രീതി ചിത്രീകരിക്കുമോ. അദ്ദേഹത്തിൻ്റെ ആ ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒപ്പീനിയനാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ആ ഒരു ഒപ്പീനിയൻ താഴേക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല 10-20 കോടി ഉണ്ടെന്ന്, കേരളത്തിൽ ഏതാണ്ട് 1 കോടിക്കടുത്തുണ്ടെന്ന് പറയും മുസ്ലിം. ഇവരിലൊക്കെ മനസ്സിലൊരു മാറ്റം വരുത്തും. കാര്യം ഈ 12 years ഓഫ് ഗവേണൻസിൽ മുസ്ലിം വെൽഫെയറിന് കൊണ്ടുവന്ന പ്രോഗ്രാംസ്, മെജോറിറ്റിക്ക് കിട്ടുന്നതിനേക്കാളും കൂടി വന്ന പ്രോഗ്രാംസ്, സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്, ലോൺ പ്രോഗ്രാംസ്, സ്കില്ലിംഗ് പ്രോഗ്രാംസ്, പിന്നെ ലാഖ്പതി ദീദി പ്രോഗ്രാംസ്, സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്, പിന്നെ മുത്തലാഖ് ബില്ല്, അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ ലഘൂകരിച്ചത്, പിന്നെ വിമന് ഹജ്ജിന് പോകുന്നതിന് ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ പോകാൻ ഫെസിലിറ്റേറ്റ് ചെയ്തതിന് ഒരു റിഫോംസിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു എല്ലാ മേഖലയിലും. അത് അനുഭവിച്ചതുകൊണ്ട് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തുറന്നത് പറയാൻ പറ്റിയതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിന് നല്ലൊരു റിസപ്ഷൻ കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കിയ പ്രൈം മിനിസ്റ്ററെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ ചിത്രം ജനമനസ്സുകളിൽ കിടക്കും. അങ്ങനെ ഒരു യാത്രയപ്പായിരുന്നു അത്. അതായത് ഈ മോദിയുമായുള്ള ഈ ഒരു സന്ദർശനം പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിം വിഭാഗത്തിന് BJP ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഈ ഒരു സന്ദർശനത്തോടു കൂടി ആ ഒരു പിക്ചർ മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്താണെന്നറിയോ, മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പം ഒരു വലിയ നമ്പർ ആൾക്കാർ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മോദിയെ ഇഷ്ടമാണ്, മോദിയുടെ ഭരണം നല്ലതാണ്, ഞങ്ങൾ മറുരാജ്യങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ട്, ഇവിടെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്, 6 വരിപ്പാത വന്നിട്ടുണ്ട്, എയർപോർട്ട് വന്നിട്ടുണ്ട്, സീപോർട്ട് വന്നിട്ടുണ്ട്, വികസനം വമ്പിച്ച രീതി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിക് നേതാക്കന്മാർ അപ്പുറത്ത് നിന്നിട്ട് എഗൻസ്റ്റ് അല്ലേ പറയണത്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ ചില പ്രശ്നം വരും സാറേ, അതുകൊണ്ടാണ് ഞങ്ങൾ മടിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസമാണ്. ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ തന്നെ അംഗീകരിക്കുന്നു, നേതാവ് തന്നെ അംഗീകരിക്കുന്നു, ഇവിടെ സംരക്ഷണമുണ്ട്, ഈ പറഞ്ഞ കള്ളത്തരമാണെന്ന് പറയുമ്പം ഇനി എന്ത് ന്യായം പറയും? ഇനി എന്ത് ന്യായം പറഞ്ഞിട്ടാണ് BJPയോട് ഞങ്ങൾ അകന്ന് നിൽക്കണമെന്ന് പറയണത്? അതല്ലേ ഞാൻ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ട്, ഒരു ബ്ലോഗാണ് കണ്ടത്. അതിലെഴുതിയിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, ബന്ധപ്പെടണം, സ്നേഹിക്കണം, BJPയെ മാറ്റി നിർത്തണം. എന്ത് ഫിലോസഫിയാണെന്ന് എനിക്കറിയത്തില്ല. BJPയിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് അറിയാമല്ലോ. അതൊന്നുമല്ല, BJPക്ക് ഹിന്ദു എന്നൊരു പരിപാടിയേ ഇല്ല. നാഷണാലിറ്റി, ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ഈ നാഷൻ അതാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസം. അതാണ് അടിസ്ഥാന സ്ലോഗൻ. അവിടെ 146 കോടിയും ചേർന്നിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഇവർ കുറേ പേര് ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി, ഇലക്ഷനെ വിൻ ചെയ്യാൻ വേണ്ടി ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പേടിപ്പിച്ച് നിർത്തി എന്തിനാണ് വോട്ട് വാങ്ങി അധികാരത്തിൽ വരാന്നതിന് വേണ്ടി. പക്ഷേ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഗവേണൻസ് ഏറ്റവും നല്ല ഗവേണൻസ് ആണെന്നും പ്രോഗ്രസ് ഉള്ള ഗവേണൻസ് ആണെന്നും
കറപ്ഷൻ ഫ്രീ ആണെന്നൊക്കെ ഉള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് പറയാനൊന്നുമില്ല. പറയണമെങ്കിലും പഴയ കള്ളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആര് പറയണമാണ് ശരി, ആര് പറയണം സത്യം എന്ന്, തെറ്റേത് ശരിയേതെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഇന്നും കുറവാണ്. കാര്യം പല തരത്തിലുള്ള ന്യൂസല്ലേ വരുന്നത്, കൺഫ്യൂഷനല്ലേ വരുന്നത്. ഇടത് പറയണതോ വലത് പറയുന്നതോ NDA പറയണോ ഏതാണ് ശരി. പക്ഷേ ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ AI സമ്മിറ്റ് ഡൽഹി നടക്കുന്നത് നോക്കൂ. 16 മുതൽ 18 വരെയുള്ള AI സമ്മിറ്റ് ലോകത്തെ ഏറ്റവും വലിയ സമ്മിറ്റല്ലേ. ടെക്നോളജിയിൽ നമ്മൾ അടിച്ച് മുന്നിൽ നിൽക്കുകയല്ലേ. എക്കണോമിക് ഗ്രോത്തിലായാലും ടെക്നോളജി എല്ലാത്തിനും നിൽക്കുകയല്ലേ. ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് ഉണ്ടാവുന്നത്? നമ്മുടെ കുട്ടിയേക്കും നമ്മുടെ ന്യൂജനും അല്ലേ ഉണ്ടാവുന്നത്. വെളിരാജ്യങ്ങളിലെ ആൾക്കാർ പറയണ കേൾക്കണം, ഇന്ന് നമുക്ക് വിലയുണ്ടെന്ന് പറയുന്നത്. ഈ 57 ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കിടക്കുന്നത് UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളല്ലേ. അവിടെയൊക്കെയുള്ള സ്ഥിരം വരുന്നവരല്ലേ. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് ഇന്ന് അവരുടെ സ്റ്റാറ്റസ് എന്താണ് മോഡിജി വന്നതിന് ശേഷം, മോഡിജിക്ക് മുമ്പും മോഡിക്ക് ശേഷവും. ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും മോഡിജിയുടെ നന്മ മനസ്സിലാക്കി ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ. പക്ഷേ മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇവർ കുഴപ്പമാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയേക്കുന്നു. ഞാൻ മുസ്ലിം ലീഗിലെ ചില ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാം, സാർ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ അണികളെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് പോയ്സൺ കയറ്റി നിർത്തിയിരിക്കുന്ന, അവരെ തലയിലിരിക്കുന്ന വിഷം കുറേശ്ശെ ഇറക്കി അവരിതിലേക്ക് കൊണ്ടുവരാൻ സ്വല്പം സമയമെടുക്കും, വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു 2047 നമ്മൾ വികസിത ഭാരതം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ നമ്മളെല്ലാവരും ഭാഗമാകാതെ നമ്മൾ മുസ്ലിങ്ങൾ മാത്രം മാറി നിന്നാൽ നമുക്കതൊരു കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നത്തില്ലേ. ഈ വലിയ കൊട്ടാരം ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ ഡെവലപ്ഡ് സാമ്രാജ്യം ഉണ്ടാക്കി നമ്മൾ മാറി നിന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ചേർന്ന് നിൽക്കാത്ത ദുഃഖം ഉണ്ടാകത്തില്ലേ, കുറ്റബോധം ഉണ്ടാകത്തില്ലേ. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മുസ്ലിങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയുക, റിയലൈസ് ദ റിയാലിറ്റീസ്. വസ്തുതകൾ നിങ്ങൾ നോക്കൂ, കാണൂ, മനസ്സിലാക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ ആ സാഹചര്യം അടുത്ത കാലത്ത് എൻ്റെ സൂഫി മുസ്ലിംസ് ഏതാണ്ട് 10% വരുമെന്നാണ് പറഞ്ഞ് അവരിവിടെ വന്നിട്ട് ഓപ്പണായിട്ട് നമുക്ക് ഇത് തന്നല്ലോ, സപ്പോർട്ട് തന്നിരിക്കുകയല്ലേ. ഞങ്ങൾ മനസ്സിലാക്കുന്നു മോഡിജി ആരാണ്, മോഡിജിയുടെ ഡെവലപ്മെൻറ്റ് എന്താണ്. മോഡിജി നാഷണൽ ലീഡറിനപ്പുറത്ത് ഇൻ്റർനാഷണൽ ലീഡർ, ഗ്ലോബൽ ലീഡർ ആയിരിക്കുന്നു. മോഡിജി നോക്കിപ്പഠിക്കുന്ന രാഷ്ട്രങ്ങളാണ് വന്നിരിക്കുന്നത്. മോഡിജി അല്ലാതെ നമുക്കിന്ന് വേറെ ആൾട്ടർനേറ്റീവ് ലോകത്തിന് തന്നെ ഇല്ല. ഇത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇവർ പറഞ്ഞ് പരത്തുന്ന മുസ്ലിം വിരോധമൊന്നുമില്ല. എവിടെയാണ് ഈ 12 കൊല്ലം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിമിന് വന്ന ഒരു എന്താ പറയുക, ഒരു പോറലെങ്കിലും പറയട്ടെ, ഈ CAA ഒന്നില്ല, എന്തെല്ലാം റിഫോംസ് വന്നു, ആർക്കെങ്കിലും ഗുണമില്ലാതെ ദോഷമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇന്ത്യ ഈസ് സേഫ് ഫോർ മുസ്ലിംസ്, ഞാൻ വേറെ രീതിയിലാണ് പറയണത്, ഇന്ത്യ ഈസ് എ ഫെർട്ടൈൽ ഫീൽഡ് ഫോർ മുസ്ലിംസ്. നമുക്ക് ഗ്രോ ചെയ്യാൻ ഒരു അതിർവരമ്പുകളും ഇല്ലാതെ ഗ്രോ ചെയ്യാം. അതിന് പറ്റിയ സ്ഥലമാണ്. സ്വാതന്ത്ര്യമായാലും സേഫ്റ്റി ആയാലും സെക്യൂരിറ്റി ആയാലും ഫ്രീഡം ഓഫ് റിലിജൻ ആയാലും ആ ഡെമോക്രസിയുടെ എല്ലാ ഫ്രീഡം മിസ്യൂസ് പോലും ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ലേ ഇവിടെ. അതുകൊണ്ട് ഈ വെളിയിലൊക്കെ പോയി വരുന്ന മുസ്ലിം നേതാക്കന്മാർ തന്നെ പറയാറുണ്ട് നമ്മുടെ രാജ്യം തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിൽ കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഈ 90 ലക്ഷം 95 ലക്ഷം 1 കോടിക്കകത്ത് വരുന്ന ഈ മുസ്ലിങ്ങളിൽ അതിൽ ഏതാണ്ട് ഒരു 65-70 ലക്ഷം വോട്ടുകൾ വരും. ഈ വോട്ടുകളെ എപ്പോഴും പിടിച്ചു വച്ചിരിക്കുന്ന ഇടതും വലതുമാണ് മാറി വെച്ചിരിക്കുന്നത്. അതിലൊരു ചിന്തയിലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതിനപ്പുറം ഞാൻ വീണ്ടും ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മുടെ മുസ്ലിം ലീഗുകാരോട് പറയാനാണ്. നിങ്ങൾ ഈ എത്ര കാലം ഇങ്ങനെ മാറി നിൽക്കുന്തോറും നിങ്ങൾക്ക് നിങ്ങളുടെ അണികളോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ സേഫാണ് എന്ന് പറയുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കേന്ദ്ര NDAയുമായിട്ട് ചേർന്ന് നിന്ന് ഭരണത്തിൽ പങ്കാളിയായിക്കൂടാ? എത്ര നാൾ മാറും? ഇനിയിപ്പം എന്തെങ്കിലും അവർ ഉദ്ദേശിച്ച രീതിയിൽ പോയില്ല എന്ന് വിചാരിച്ചോളൂ, പിന്നെ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കൺസിഡർ ചെയ്ത് ആർക്ക് വേണ്ടി
അവർക്ക് വേണ്ടി, അവരുടെ അണികൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ പവർ ഷെയറിങ് മെക്കാനിസത്തിലേക്ക് വരാൻ ഇനിയെങ്കിലും ചിന്തിക്കണം എന്നാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. എന്തായാലും സമസ്തയുടെ 100ാം വാർഷിക പരിപാടിയിലേക്ക് അടക്കം, മലപ്പുറത്ത് നടക്കുന്ന പരിപാടിയിലേക്കടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാന്തപുരം ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും പുറത്ത് വരുന്നു. അതുകൂടാതെ യമനിൽ തടവിലുള്ള നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടതിന് കാന്തപുരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.